ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഈ സീസണിലെ ആദ്യത്തെ പ്രിവ്യൂ ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെപ്പോക്കിൽ നടക്കാൻ പോകുന്ന മത്സരം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. സോ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ചെപ്പോക്കിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കളിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് ചെപ്പോക്കിലെ പിച്ച് കണ്ടീഷനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ല. അതായത് അതെങ്ങനെയായിരുന്നു തുടക്കത്തിൽ, അതങ്ങനെ തന്നെയാണ് കഴിഞ്ഞ സീസൺ വരെയും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെപ്പോക്കിൽ CSK വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള റെക്കോർഡ്സ് ആണുള്ളത്. IPL ഇതിനോടകം തന്നെ ചെപ്പോക്കിൽ വെച്ച് നടന്നിട്ടുള്ള 64 IPL മത്സരങ്ങളിൽ 45 എണ്ണത്തിലും ചെന്നൈ സൂപ്പർ കിങ്സിന് അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെപ്പോക്കിലെ ബോളേഴ്സിൻ്റെ എക്കോണമി റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പിന്നേഴ്സിന് 7.04ഉം അതോടൊപ്പം തന്നെ പേസ് ബോളേഴ്സിന് 8.05ഉമാണ് എക്കോണമി റേറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം സ്പിന്നേഴ്സിന് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യത്തിലുള്ളൊരു പിച്ചാണ് ചെപ്പോക്കിലുള്ളതെന്ന്. അത് എല്ലാവർക്കും IPL കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആൻഡ് ഇനി വേറൊരു കാര്യം കൂടി പറയാം, ചെപ്പോക്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് പെർസെൻറ്റേജ് ഉള്ളത് പേസ് ബോളേഴ്സിനാണ്. 60% വിക്കറ്റ് ചെപ്പോക്കിൽ എടുത്തിരിക്കുന്ന പേസ് ബോളേഴ്സാണ്. പക്ഷേ സ്പിന്നേഴ്സിലേക്ക് വരുമ്പോൾ എക്കോണമി മനോഹരമായിട്ട് അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സ്പിന്നേഴ്സിന് സാധിക്കാറുണ്ട്. ആക്ച്വലി വിക്കറ്റ് ടേക്കിങ്ങിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ഒരു എക്കോണമി നന്നായി കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ സ്കോറിനെ തടയാൻ ഈ ഒരു എക്കോണമി റേറ്റ് കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സ്പിന്നേഴ്സിനാണ് ഡൊമിനേറ്റ് ചെയ്യാൻ സാധ്യതകൾ കൂടുതലെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ചെപ്പോക്കിലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നവരുടെ വിജയ സാധ്യത അല്പം കൂടുതലാണ് കമ്പയർഡ് ടു സെക്കൻഡ് ബാറ്റിംഗ്. 60.53 ചെപ്പോക്കിലെ ഫസ്റ്റ് ബാറ്റിംഗ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് ബാറ്റിംഗ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 163.18. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് പവർ പ്ലേയിൽ സഡൻ വിക്കറ്റ് ലോസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മിഡിൽ ഓർഡറിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് കളിച്ച് പിന്നീട് അവസാനം 3 to 4 ഓവേഴ്സിൽ അറ്റാക്ക് ചെയ്ത് നല്ലൊരു സ്കോറിലേക്ക് ടീമിനെ എത്തിക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചെപ്പോക്കിൽ അത് നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. അതൊരു വ്യാമോഹമായി തീരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുമാണ്. കാരണം ഇവിടെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെയധികം ശ്രദ്ധയോടെ ബാറ്റ് വീശേണ്ട ഒരു സ്ഥലമാണ് ചെപ്പോക്ക്. അപ്പോൾ മിഡിൽ ഓർഡറിലും ആ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ബാറ്റ് ചെയ്യുന്ന ടീം നല്ല രീതിയിൽ ഒന്ന് വിഷമിക്കാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് രണ്ട് ടീമുകളുടെയും പ്രോബബിൾ ലെവനും അവരുടെ സാധ്യതകളെക്കുറിച്ചും പറയാം. അപ്പോൾ പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ഹോം ടീമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ചെന്നൈക്ക് അവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉറപ്പായിട്ടും ചെപ്പോക്കിലുണ്ടാവും. സോ ആ ഒരു പ്രോബബിൾ ലെവലിലേക്ക് വരുമ്പോൾ എന്തായാലും സ്പിന്നേഴ്സിനെ കൂടുതൽ ആഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആദ്യം നമ്മളവിടെ പരീക്ഷിക്കാൻ പോകുന്ന, ഞാൻ എൻ്റെ ഒരു ലെവനാണ് പറയുന്നത്, അവിടെ പരീക്ഷിക്കാൻ പോകുന്ന ഋതുരാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്ര ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. ഒരു ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ ഉപരി അവിടെ രജിൻ രവീന്ദ്രയ്ക്ക് ബോൾ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഹീസ് എ സ്പിന്നർ. അത് നന്നായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഋതുരാജിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആവാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഇന്ത്യയിൽ രജിൻ രവീന്ദ്രയ്ക്കുള്ളതെന്ന് ഓൾറെഡി അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതുമാണ്. ആൻഡ് വൺ ഡൗൺ എന്ന് പറയുന്നത് അവിടെ രഹാനെ തന്നെ യൂസ് ചെയ്യാനായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിക്കുക. ധോണിയുടെ അണ്ടറിൽ രഹാനയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാരിൽ മിച്ചലാണ്. ആൻഡ് ഡാരിൽ മിച്ചലിനെ അവിടെ കൊണ്ടുവരാൻ കാരണം ബാറ്റിംഗ് സൈഡിലേക്ക് ഒരു സഡൻ വിക്കറ്റ് ലോസ് ഉണ്ടായാൽ വേണമെങ്കിൽ കളിപ്പിക്കാനും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിൽ 1 to 2 ഓവേഴ്സ് എറിയാനും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൊയ്ൻ അലി. അവിടെ സ്പിൻ യൂണിറ്റിൽ എനിക്ക് പ്രതീക്ഷയുള്ളൊരു താരവും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് സൈഡിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരവുമായിട്ടുള്ള മൊയ്ൻ അലിയെ ഞാൻ അവിടെ പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ശിവം ദൂബെയാണ്. ശിവം ദൂബെയുടെ കാര്യത്തിൽ ഓഫ് കോഴ്സ് ഒരു പവർ ഹിറ്ററാണ്. പക്ഷേ ആദ്യ മത്സരം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഡൗട്ടായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ശിവം ദൂബെ അല്ലെങ്കിൽ അവിടെ ഈസി ആയിട്ട് അവർക്ക് സമീറിനെ യൂസ് ചെയ്യാം. കാരണം നല്ല പൊട്ടൻഷ്യലുള്ള ഒരു പിഞ്ച് ഹിറ്റർ തന്നെയാണ് സമീർ റിസ്വി എന്ന് പറയുന്നത്. ഈവൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു 300 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എതിർ ടീമുകൾക്കൊന്നും കിടപിടിക്കാൻ സാധിക്കാത്ത, എസ്പെഷ്യലി ഇൻ ചെപ്പോക്ക്, ഓൾറെഡി എല്ലായിടത്തും നന്നായിട്ട് കളിക്കും, എസ്പെഷ്യലി ഇൻ ചെപ്പോക്ക് എതിർ ടീമുകൾക്ക് കിടപിടിക്കാൻ സാധിക്കാത്ത നൺ അതർ ദാൻ രവീന്ദ്ര ജഡേജ. ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് ജഡേജ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ആൻഡ് നെക്സ്റ്റ് താക്കൂർ, അതോടൊപ്പം തന്നെ ദീപക് ചഹർ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ 10 പേരും, ഇപ്പോൾ ഞാൻ പറഞ്ഞ 10 പേരും ബാറ്റ് ചെയ്യുന്നവരാണ്. ആൻഡ് ലാസ്റ്റായിട്ട് അവിടെ 11 ഇട്ടിരിക്കുന്നത് തീക്ഷണ. ഞാനിവിടെ ബാറ്റിംഗ് സൈഡ് വെച്ചിട്ടാണ് ഈ ഒരു ലൈനപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പിന്നേഴ്സായിട്ട് ജഡേജ, അതോടൊപ്പം തന്നെ തീക്ഷണ, മൊയ്ൻ അലി ആൻഡ് ഋതുരാജ് ഗെയ്ക്വാദ്, രജിൻ രവീന്ദ്രയും അവിടെ യൂസ് ചെയ്യാം. ഓൾസോ ഡാരിൽ മിച്ചൽ, താക്കൂർ, ദീപക് ചഹർ എന്നീ 3 പേസേഴ്സ് ഓൾറെഡി 11 ആൻഡ് ഇമ്പാക്ട് പ്ലെയറായിട്ട് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് മുകേഷ് ചൗധരി അല്ലെങ്കിൽ തുഷാറിനെയാണ്. സോ നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേസ് ബോളിംഗ് സൈഡും അതോടൊപ്പം തന്നെ സ്പിൻ ബോളിംഗ് സൈഡും ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട്. പോരാത്തതിന് അന്യായമായിട്ടുള്ളൊരു ബാറ്റിംഗ് ഡെപ്തും ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട്. ആൻഡ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് വന്നു കഴിയുമ്പോൾ അവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുള്ളത് ഓഫ് കോഴ്സ് ഇത് എവേ മാച്ചാണ്, അതും ഓപ്പണിംഗ് മാച്ചാണ് എന്നുള്ളതാണ്.
അതും ചെപ്പോക്കിലാണ് കളിക്കേണ്ടി വരുന്നത്. തന്ത്രശാലിയായ ഒരു ക്യാപ്റ്റനെതിരെയാണ് കളിക്കേണ്ടി വരുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ ചെന്നൈയോട് കിടപിടിക്കാൻ സാധിക്കുന്ന ഒരു 11 തന്നെ RCBക്കും അവിടെ ഇറക്കാൻ സാധിക്കും. ആ ഒരു കോമ്പിനേഷൻ ഞാൻ പറയാം. ഫാഫ് ഡുപ്ലസീസ് പ്ലസ് കോഹ്ലി ആയിരിക്കും ആ ഒരു ഓപ്പണിംഗ് സൈഡിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ളത്. വൺ ഡൗൺ ആയിട്ട് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത് രജത് പട്ടിദാറിനാണ്. അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ വേണമെങ്കിൽ മാക്സ്വെല്ലും വരാൻ സാധ്യതകളുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഗ്രീൻ. ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ഗ്രീൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് ആ ഒരു സൈഡിൽ, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സൈഡിൽ RCBക്ക് ഉണ്ട്. ഒന്നെങ്കിൽ ലോംറോഡ്, അല്ലെങ്കിൽ അനുജ് റാവത്ത്, അല്ലെങ്കിൽ സുയാഷ്. 3 പേരും ഏകദേശം ഒരേ ടൈപ്പ് ബാറ്റ് ചെയ്യുന്ന ഒരു താരമാണ്. പക്ഷേ ഞാൻ അവരെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ലോംറോഡ് അല്ലെങ്കിൽ അനുജ് റാവത്തിനെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് DK ഇനിഷ്യൽ മത്സരങ്ങൾ ഇവർ വിക്കറ്റ് കീപ്പറായിട്ട് പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എക്സ്പെഷ്യലി തമിഴ്നാടാണ്, ചെന്നൈയാണ്, കളിച്ച് വളർന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ദിനേശ് കാർത്തിക്കിനെയും അവിടെ അവർ പരീക്ഷിക്കുകയല്ല, 11-ലുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ആകാശ് ദീപ്. പേസ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ആകാശ് ദീപ്, അതോടൊപ്പം തന്നെ മറ്റൊരു ഓവർസീസ് താരമായിട്ടുള്ള അൽസാരി ജോസഫ് ആൻഡ് മായങ്ക് ഡാഗറിനെ അവിടെ സ്പിൻ യൂണിറ്റിൽ ഞാൻ പരീക്ഷിക്കാൻ കാരണം, അല്ലെങ്കിൽ വെക്കാൻ കാരണം എന്ന് പറയുന്നത് നല്ലൊരു എക്കോണമി റേറ്റ് ഉള്ള താരമാണ് മായങ്ക് ഡാഗർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇത്തവണ RCBയുടെ പേസ് ബോളിംഗ് യൂണിറ്റിനെ നയിക്കുന്ന താരം നൺ അതർ ദാൻ സിറാജ്. ഇതിൻ്റെ അകത്ത് വേറൊരു പ്രോബബിലിറ്റി ഉള്ളത്, അൽസാരി ജോസഫിനെ വലിക്കുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ താരമായിട്ടുള്ള യാഷ് ദയാലിനെ അവിടെ ഇടുകയും പകരം ഇവിടെ ലോംറോഡിനെയോ രജത്തിനെ വലിക്കുകയാണെങ്കിൽ അവിടെ വിൽ ജാക്സനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് ഇവർക്ക് ഇങ്ങനൊരു 11 വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് RCBയുടെയും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും ആ ഒരു പ്രോബബിൾ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഞാൻ പറയുകയാണ്, സ്റ്റിൽ ഈ ഒരു 2 ടീമുകളെയും കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു 11 തന്നെ ചെന്നൈക്കെതിരെ പരീക്ഷിക്കാൻ RCBക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഈ ഒരു ചെപ്പോക്കിലെ ഹോം മത്സരത്തിൽ, അതായത് ചെന്നൈയുടെ ഹോം മത്സരത്തിൽ വരുമ്പോൾ. പക്ഷേ എങ്ങനെയാണ് മൈൻഡ് ഗെയിമും ഓഫ് കോഴ്സ് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ RCBയുടെ ടോപ്പ് ഓർഡർ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നനുസരിച്ചാണ് RCBയുടെ ബാറ്റിങ്ങിലെ സ്ട്രെങ്ത് നമുക്ക് അറിയാൻ സാധിക്കുക. മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ എനിക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ട് തോന്നുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡൊമിനേഷൻ ചെന്നൈ സൂപ്പർ കിങ്സിനാണെങ്കിലും ഒട്ടും മോശമല്ലാത്തൊരു പെർഫോമൻസ് RCBക്ക് അവിടെ നടത്താൻ സാധിക്കും. ഒരു പക്ഷേ ഇതൊരു വിജയത്തിലേക്ക് RCBക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സ്റ്റാർട്ടിംഗ് ആണ് IPLൽ കിട്ടാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കോൺഫിഡൻസ് അവർക്ക് ഈ ഒരു സീസണിൽ മുഴുനീളം കൊണ്ടുപോകാൻ സാധിക്കും. സോ എനിക്ക് തോന്നുന്നു വിൻ പെർസെൻറ്റേജ് ഒരു 60-70% ചെന്നൈ സൂപ്പർ കിങ്സിനാണെങ്കിലും ഒട്ടും മോശമല്ലാത്ത പ്രകടനം RCBയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രിവ്യൂ ഈ ഒരു സീസണിലെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.